ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്ന തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ്. വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു ഇവിടെ വന്നൊന്ന് തൊഴണമെന്ന്. എൻ്റെ കുഞ്ഞിലേതാണ്ട് വന്നതാണ്, പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ടേ ഇല്ല. എന്തായാലും വളരെ നല്ല രീതിയിൽ തന്നെ തൊഴാനൊക്കെ പറ്റി, തിരക്കൊന്നുമില്ലായിരുന്നു. ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് എന്ന് തോന്നുന്നു, തിരക്കൊന്നുമില്ലായിരുന്നു, നല്ലതായിട്ട് തൊഴാനൊക്കെ പറ്റി. അടുത്തായിട്ട് ഞങ്ങൾ പോയത് വളരെ പ്രസിദ്ധമായ ആഴിമല ശിവക്ഷേത്രത്തിലേക്കാണ്. ഇത് കടൽ തീരത്തിനടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് 58 അടി ഉയരമുള്ള ശ്രീ പരമേശ്വരൻ്റെ ഗംഗാധരേശ്വര രൂപത്തിലുള്ള ശില്പമാണ്. ഇതാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമ. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ തൊഴുത് വൈകുന്നേരം ആയപ്പോൾ വീട്ടിൽ വന്നപ്പം ഞങ്ങൾക്ക് കുറച്ച് വരിക്കച്ചക്ക കിട്ടിയായിരുന്നു. നല്ല പഴുത്ത വരിക്കച്ചക്കയാണ്. അപ്പോൾ അത് എടുത്ത് കുറച്ച് നമുക്ക് ചക്കയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഭക്ഷണയിലയും അതുപോലെ വട്ടയിലയൊക്കെ പറിക്കാനായിട്ട് വന്നതാണ്. അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ ചക്കയപ്പമൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാവരും കഴിച്ചു, പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ രാവിലത്തെ അതും കഴിഞ്ഞു, ഉച്ചക്കത്തെ ഫുഡും റെഡിയാക്കി. ഈ കാണുന്ന പൈനാപ്പിൾ ഞങ്ങളുടെ പറമ്പിൽ നിന്ന് പറിച്ചതാണ്. നല്ല മധുരമുള്ള പൈനാപ്പിളായിരുന്നു. ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് സുഹിത്തേട്ടന് ഉപ്പും മുളകും ഒക്കെ ചേർത്തിട്ട് കഴിച്ച്. ഞങ്ങളല്ലാതെയും കഴിച്ചു. നല്ല മധുരം ഉണ്ടായിരുന്നു. വൈകുന്നേരം ഇങ്ങനെതാ മഴ സമയത്ത് ചായയൊക്കെ കുടിച്ചുകൊണ്ട് ഇങ്ങനെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ എന്ത് രസമാണല്ലേ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ടെറസിൻ്റെ മണ്ടയ്ക്ക് കയറി നിന്ന് ചായയൊക്കെ കുടിക്കേണ്ടോ. ചെറുതായിട്ട് മഴയൊക്കെ ചാറുന്നുണ്ട്. ഈ കാണുന്നത് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലെ കണ്ടമാണ്. ഇപ്പം മഴ സമയമായതുകൊണ്ട് കണ്ടം നിറയെ വെള്ളമാണ്. സുഹിത്തേട്ടനും കൂട്ടുകാരും എല്ലാം കൂടെ മഴ സമയമായതുകൊണ്ട് രാത്രിയിൽ കണ്ടത്തിൽ മീൻ പിടിക്കാൻ പോയതാണ്. പക്ഷേ ഒന്നും കിട്ടിയില്ല. उच्च शिष्टमंडल स्तर की वार्ता होगी। सत्तारूढ़ एनडीए संसदीय दल की महत्वपूर्ण बैठक आज नई दिल्ली में। भारत ने रूस से तेल आयात का बचाव किया। अमेरिका और यूरोपीय संघ की आलोचना को अनुचित और असंगत बताया। വീട്ടിൽ ഇഷ്ടംപോലെ കപ്പയൊക്കെ നട്ടിട്ടുണ്ട്. പക്ഷേ ഒരാളൊന്നും വിചാരിച്ചാലൊന്നും ആ കപ്പ പറിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ രണ്ടുപേരൂടെ ശ്രമപ്പെട്ടിട്ട് ആ കപ്പയൊന്ന് പറിച്ചെടുക്കാൻ പറ്റുക. അതുപോലെ നല്ല വലിയ കപ്പയായിരുന്നു.
സോ ഇതെൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് എക്സ്പയർ ആയിട്ട് കുറേ നാളായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം അതൊന്ന് പുതുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുതുക്കണമെങ്കിൽ നമ്മൾ ആദ്യം തൊട്ട് റോഡ് ടെസ്റ്റും അതെല്ലാം പാസ്സായാലേ നമുക്ക് ലൈസൻസ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റോഡ് ടെസ്റ്റൊക്കെ ചെയ്യുവാണ്. ഈ കാണുന്നത് ഞങ്ങളുടെ വീടിൻ്റെ പുറകുവശമാണ്. അവിടെ ഞങ്ങളുടെ ഒരു പ്ലാവ് തോട്ടിലോട്ട് വീണ് കിടക്കുക. ഈ കാണുന്ന റെയിൽവേ ഗേറ്റ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളതാണ്. അങ്ങനെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.